മനുഷ്യരെ കൊന്ന് തലയോട്ടികൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഗ്രാമം. വഴിയിൽ കാണുന്ന ആളുകളുടെ കയ്യിലെല്ലാം തോക്ക്. ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ സത്യമാണ്, ഇങ്ങനെയൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോഴും കിങ്ങാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ ഡെപ്യൂട്ടി കിങ്ങും ഉണ്ട്. വീടുകൾ അലങ്കരിച്ചിരിക്കുന്നത് കാട്ടുപോത്തിന്റെയും മിഥുന്റെയും തലകൾ കൊണ്ടാണ്. നാഗാലാൻഡിലെ ഷിയാങ്ങ ചിങ് എന്ന അപൂർവ ഗ്രാമത്തിലേക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ അമൃത് സുനിൽ. അമൃത് DG മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നാഗാലാൻഡിലെ സിയാങ്ന ചിങ്നു എന്ന അപൂർവ ഗ്രാമത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ത്യ മ്യാൻമാർ അതിർത്തി ജില്ലയായ മോണിലാണ് സിയാങ്ന ചിങ്നു എന്ന ഗ്രാമം. മോൺ നഗരത്തിൽ നിന്നും അതിർത്തി ഗ്രാമമായ ലോങ്വ എത്തുന്നതിന് 20 കിലോമീറ്റർ മുൻപ് ഒരു മൺപാതയുണ്ട്. അതിലൂടെ 1 മണിക്കൂർ യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ. മഴക്കാലമായാൽ ബൈക്ക് മാത്രമേ പോവുകയുള്ളൂ. അതും പലയിടത്തും ഇറങ്ങി നടക്കാൻ തയ്യാറാകണം. ബൈക്ക് യാത്രികർ ആരും തന്നെ ഹെൽമറ്റ് വെക്കാറില്ല. മാത്രമല്ല, വണ്ടികൾക്ക് നമ്പർ പ്ലേറ്റ് പോലുമില്ല. ആകെ ചെളിയിൽ കുഴഞ്ഞു കിടക്കുന്ന റോഡിന്റെ തുടക്കം തന്നെ അപകടകരമായ രീതിയിൽ അവിടം പിന്നിട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും ഇക്കണ്ടതൊന്നുമല്ല എന്ന്. ചിലയിടത്തെ കുഴികൾ വളരെ വലുതാണ്. വീണില്ല എന്ന മട്ടിൽ ബൈക്ക് ഒരുവിധമാണ് അപ്പുറത്തേക്ക് കടക്കുന്നത്. ചില കുഴികൾ അതിഭീമമായിരുന്നു. പലയിടത്തും ഇറങ്ങി നടക്കുക തന്നെ ചെയ്യണം. വഴിയിൽ ഓലമേഞ്ഞ ഒരു കാത്തിരിപ്പ് കേന്ദ്രം കണ്ടു. ബസ് വരാൻ സാധ്യതയില്ലാത്ത ഇവിടെ എന്തിനാണ് ഈ ഷെൽട്ടർ എന്ന് മനസ്സിലായില്ല. വഴിയിലെ ഷെൽട്ടറുകളിൽ കൂട്ടൻ മരത്തടി ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്ത് നീളത്തിൽ ഒരു വലിയ ദ്വാരമുണ്ടാക്കിയിരുന്നു. അതാണ് ഗോം. പണ്ട് വേട്ടയാടി കഴിഞ്ഞാൽ അത് കൂട്ടത്തിലുള്ളവരെ അറിയിക്കുന്നത് ഈ മരത്തടിയിൽ കൊട്ടിയായിരുന്നു. അതിനുള്ള കൊട്ടുവടി മരത്തടിക്കകത്ത് കിടപ്പുണ്ട്. വിളംബരം ചെയ്യാൻ ഓരോ ഗോത്രത്തിനും പ്രത്യേക പാട്ടുകളുണ്ട്. കൊനിയാക് ഗോത്രത്തിനാണ് മോൺ ജില്ലയിൽ സ്വാധീനം. തോക്കുധാരികളായ ഗ്രാമവാസികളെ നോക്കുമ്പോൾ ഇവരൊന്നും തോക്ക് കണ്ടിട്ടില്ലേ എന്ന മട്ടിലാണ് അവർ തിരിച്ചു നോക്കുന്നത്. പക്ഷേ അവരുടെ ശ്രദ്ധ റോട്ടിലല്ല, കാട്ടിലാണ്. പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് നിൽക്കും. എന്നിട്ട് ശബ്ദം വന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് അല്പനേരം നിരീക്ഷിക്കും. ആവശ്യമെങ്കിൽ മാത്രം തോക്ക് ചുമലിൽ നിന്നെടുക്കും. ആ ഗ്രാമത്തിൽ ഇത്തരം വേട്ടക്കാരെ ധാരാളം കാണാം. ചിലർ ഒറ്റയ്ക്കാണ് നടന്നു വരുന്നത്. ചിലർ മാത്രം 2-3 പേരുടെ സംഘങ്ങളായിട്ടും. കുറച്ചു കഴിയുമ്പോൾ നമുക്ക് തോക്കുകാരോടുള്ള കൗതുകം കുറഞ്ഞു തുടങ്ങും. ആ ഗ്രാമത്തിൽ തോക്കില്ലാത്തവരില്ല എന്നതായി സ്ഥിതി. ആ ഗ്രാമത്തിലെ ഡെപ്യൂട്ടി കിങ്ങിന്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുളഞ്ചീന്തുകൾ കൊണ്ട് ചുവരുകളുള്ള വൈക്കോൽ മേഞ്ഞ വലിയൊരു വീട്. ആ വീട്ടിന്റെ ചുവരുകൾ തലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പ്രധാനമായും കാട്ടുപോത്തിന്റെ വിടർന്ന നീളം കൂടിയ കൊമ്പുകളാണ്. അകത്തേക്ക് കയറി നെരിപ്പോടിനടുത്തിരിക്കുകയായിരുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് അടുത്തു വന്നു. അയാൾ ആ വില്ലേജിന്റെ ഡെപ്യൂട്ടി കിങ്ങാണ്. ടോന്യ എന്നാണ് പേര്. കിങ്ങിനും ഡെപ്യൂട്ടി കിങ്ങിനും കാഴ്ചാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങുണ്ട്. മദ്യമാണ് ദ്രവ്യം. ദ്രവ്യവുമായി ഡെപ്യൂട്ടി നെരിപ്പോടിനടുത്ത് ചെന്നിരുന്നാണ് സംസാരിച്ചത്. എൻ്റെ അച്ഛന് 5 ഭാര്യമാരുണ്ട്. അതിൽ 2 പേർ രാജ്ഞിമാരാണ്. ഡെപ്യൂട്ടി ഒരിക്കലും കിങ് ആവില്ല. ഡെപ്യൂട്ടി പദവി പാരമ്പര്യമായി കൈമാറി വരികയാണ് ചെയ്യുക. എൻ്റെ മകനായിരിക്കും അടുത്ത ഡെപ്യൂട്ടി. ആദ്യത്തെ രാജ്ഞിക്ക് കുട്ടികൾ ഉണ്ടാകാതെ വന്നപ്പോഴാണ് അച്ഛൻ എൻ്റെ അമ്മയെ രാജ്ഞിയാക്കിയത്. 7ാം ക്ലാസ് വരെ ഈ ഗ്രാമത്തിൽ തന്നെ സ്കൂളുണ്ട്. മോണിൽ ചെന്ന് 10 വരെ പഠിച്ചു. അതിനുശേഷം തിരികെ ഗ്രാമത്തിലെത്തി. കാഴ്ചാദ്രവ്യം കഴിയുന്നത് വരെ ഡെപ്യൂട്ടി കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഡെപ്യൂട്ടി കിങ്ങിന് സ്വന്തമായി YouTube ചാനലുണ്ട്. ഇവിടെ സന്ദർശിക്കുന്നവരുടെ അനുഭവ വിവരണങ്ങളാണ് മെയിൻ കണ്ടന്റ്. അവിടെ നിന്ന് കുറച്ച് മാറിയാണ് കിങ്ങിന്റെ വീട്. അവിടേക്കുള്ള വഴിയിലാണ് മ്യൂസിയം. മ്യൂസിയം എന്ന് പറഞ്ഞാൽ അടച്ചിട്ട ഒരു കെട്ടിടം. അതിന്റെ പൊട്ടിയ ജനൽ ചില്ലകളിലൂടെ നോക്കിയാൽ മൂലയിൽ തലയോട്ടികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. മനുഷ്യന്റെ തലയോട്ടികൾ തന്നെ. ഏതാണ്ട് 50 എണ്ണത്തിൽ കൂടുതൽ വരുന്നത്. മനുഷ്യരെ കൊല്ലുന്നത് ഇവിടെ പുതുമയായിരുന്നില്ല എന്നാണ് അവർ അഭിമാനത്തോടെ പറയുന്നത്. എതിർ ഗോത്രത്തിൽപ്പെട്ടവരെയാണ് കൊലപ്പെടുത്തുക. ഒരാളെ കൊന്നാൽ ഒരു തലയോട്ടി രൂപം ലോക്കറ്റായി മാലയിടാം. എത്ര പേരെ കൊല്ലുന്നോ അത്രയും തലയോട്ടി രൂപങ്ങളായിരിക്കും മാലയിൽ. മുൻപ് മൃഗങ്ങളുടെ തലയോട്ടികൾ പോലെ മനുഷ്യന്റെ തലയോട്ടികളും കിങ്ങിന്റെ പാലസിൽ പ്രദർശിപ്പിക്കുമായിരുന്നു. ക്രിസ്ത്യൻ മിഷനറിമാരും സർക്കാരും അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് പ്രദർശനം അവസാനിപ്പിച്ചതെന്ന് ഡെപ്യൂട്ടി പറയുന്നു. മറ്റു ഗ്രാമങ്ങളിൽ തലയോട്ടികൾ ഒന്നിച്ച് സംസ്കരിച്ചു. ഈ ഗ്രാമത്തിൽ പക്ഷേ അവ ഇപ്പോഴും നശിപ്പിച്ചിട്ടില്ല. മ്യൂസിയത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു വലിയൊരു ശിലാഫലകം സ്ഥാപിച്ചിരിക്കുന്നു. അതിൽ ഇതിനു മുൻപത്തെ കിങ് റോങ്ങിന്റെ അപദാനങ്ങളാണ്. അദ്ദേഹത്തിന് 18 ഭാര്യമാരും 19 മക്കളും ഉണ്ടായിരുന്നു എന്നാണ് ഫലകം പറയുന്നത്. അടുത്ത വരിയാണ് ഞെട്ടിക്കുന്നത്. അദ്ദേഹം 66 തലകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപ്പറ്റി ഡെപ്യൂട്ടിയോട് ചോദിച്ചപ്പോൾ അതിൽ ചില തലകളാണ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് വിശദീകരിച്ചു. കിങ്ങിന്റെ പാലസ് ആ ഗ്രാമത്തിലെ വലിപ്പം കൂടിയ താവളമാണ്. ചുവരിൽ നിറയെ കാട്ടുപോത്തിന്റെ തലകളും കൊമ്പുകളും തന്നെ. കണ്ടാൽ ഭീതിയും ചന്തവും ഒരുപോലെ തോന്നും. പലതും ഏറെ പഴക്കം ചെന്നതാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തം. ചെറിയൊരു വാതിലൂടെ അകത്ത് കടന്നു. അകത്തെ മുറിയിൽ കിങ് ചൂട് കായുകയാണ്. ആ മുറിക്കകത്ത് നിറയെ മൃഗങ്ങളുടെ തലയോട്ടികളുണ്ട്. ഒരു ചെറിയ വാതിലൂടെ അകത്ത് കടന്നാൽ ആ മുറിയിലാണ് കിങ് ചൂട് കായുന്നത്. ആ മുറിക്കകത്ത് നിറയെ മൃഗങ്ങളുടെ തലയോട്ടികളാണ്. കിങ്ങിന് മുൻപിൽ ഒരു ടീപ്പോ ഉണ്ട്. അതിൽ ഗ്ലാസ് നിറഞ്ഞിരിക്കുന്നു. സംഗതി മറ്റാരോ നൽകിയ കാഴ്ച ദ്രവ്യം തന്നെ.
അവിടെ ഇരുന്നാണ് കിങ്ങിന് ലഭിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കഴിക്കുന്നത്. റോഡെല്ലാം ഉടൻ ശരിയാക്കുമെന്നും തന്റെ വീടിന്റെ പണിയും സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയാണെന്നും കിങ് പറയുന്നു. കിങ്ങിന്റെ വീട് ശരിയാക്കലാണ് ഇവിടെ സർക്കാരിന്റെ വികസന പ്രവർത്തനം എന്ന് തോന്നിപ്പോവും. കിങ്ങിനെ കയ്യിലെടുത്താൽ വില്ലേജുകളെല്ലാം കയ്യിലാകുമെന്ന എളുപ്പ വഴിയുണ്ട് ഇവിടെ. 7 വില്ലേജുകളുണ്ട് കിങ്ങിന് കീഴിൽ. ഈ 7 വില്ലേജിലുള്ളവർ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് താൻ തീരുമാനിക്കുമെന്നും അവർ ഏത് വലിയ മൃഗത്തെ വേട്ടയാടിയാലും അതിന്റെ ഒരു പങ്ക് ഇവിടെ എത്തുമെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നു. MP MLA മാരേക്കാൾ അധികാരം കയ്യിലുള്ളതിനാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല കിങ്ങിന്. ഹിന്ദി സിനിമകളാണ് അദ്ദേഹത്തിന്റെ ദൗർബല്യം. പാലസിൽ കിങ് ഇരിക്കുന്നിടത്ത് നിന്ന് അകത്തുകൂടി കൗൺസിൽ ഹാളിലെത്താം. അവിടെയും അകം നിറയെ തലകളാണ്. പക്ഷികളുടെയും മൃഗങ്ങളുടേതുമുണ്ട്. കാട്ടുപൂച്ചയുടെ ശരീരം സ്റ്റഫ് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെവിടായി തോക്കുകളും കാണാം. വേട്ടയാടാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന തൊപ്പികളും ചുമരുകളെ അലങ്കരിക്കുന്നു. പാലസിന് പുറത്ത് മുറം ഉണ്ട്. വട്ടത്തിൽ മേൽക്കൂരയുള്ള പനമ്പ് കൊണ്ട് ചുവരുകൾ തീർത്ത ഒരു കെട്ടിടമാണ് സംഗതി. അത് ആയോധന പരിശീലന കേന്ദ്രമാണ്. വേട്ടയാടാൻ കൊന്യാക്കുകളെ പഠിപ്പിച്ചിരുന്നത് ഇവിടെയാണ്. വേട്ടയാടൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ വേട്ടയാടൽ അടക്കം പഠിപ്പിക്കുന്നുണ്ട്. ആയുധങ്ങൾ കയ്യിലില്ലാത്തപ്പോൾ മനുഷ്യനെ എങ്ങനെ നേരിടാമെന്നടക്കം പഠിപ്പിക്കും. സ്ത്രീകൾക്ക് മൊറോങ്ങിൽ പ്രവേശനമില്ല. ആളുകളെ കുറച്ചു ദിവസം ഇവിടെ തന്നെ താമസിപ്പിച്ച് പഠിപ്പിക്കുമായിരുന്നു അത്രേ. ഇപ്പോൾ പരിശീലനമൊന്നുമില്ല. പക്ഷേ പഴയ കാലത്തിന്റെ ശേഷിപ്പുകളായി നിലനിർത്തിയിരിക്കുകയാണ്. വഴിയരികിലെ ഷട്ടറുകളിൽ ആളുകൾ ഇരിപ്പുണ്ട്. അകത്ത് തീ കൂട്ടിയിട്ടിട്ടുമുണ്ട്. തോക്കുകൾ ചാരി വെച്ചാണ് കൂട്ടം കൂടിയിരിക്കുന്നത്. അവർ പിടികൂടിയ പക്ഷികളെ ചുട്ടു തിന്നാൻ കൂടിയിരിക്കുകയാണ്. അവരാരും ജോലിക്ക് പോകുന്നവരല്ല. വേട്ടയാടിയാൽ തിന്നാനുള്ളത് കിട്ടുമെങ്കിൽ പിന്നെ ജോലി എന്തിനാണെന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.